ഫാഷൻ ലോകത്തെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ടാറ്റു അഥവാ പച്ചകുത്തൽ. വിദേശ രാജ്യങ്ങളിൽ വളരെ മുമ്പേ പ്രചാരത്തിലുള്ള ടാറ്റു കല കഴിഞ്ഞ കുറച്ചുകാലങ്ങളായി നമ്മുടെ രാജ്യത്തും പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. മുംബൈ, ചെന്നൈ, ബംഗളൂരു പോലുള്ള വൻ നഗരങ്ങളിലായിരുന്നു ഞൊടിയിടയിൽ ടാറ്റു സ്റ്റുഡിയോകൾ മുളച്ചു പൊങ്ങിയത്. ടാറ്റു പതിപ്പിക്കൽ അല്ലെങ്കിൽ പച്ചകുത്തൽ എത്രത്തോളം സുരക്ഷിതമാണെന്ന ആശങ്ക ടാറ്റു പ്രേമികൾക്ക് എപ്പോഴുമുണ്ട്. ആ ആശങ്ക ഇനി വേണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബംഗളൂരുവിലെ കർണാടക സ്റ്റേറ്റ് ടാറ്റു സ്റ്റുഡിയോസ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ. ടാറ്റു കലാരംഗത്തെ രാജ്യത്തെ ആദ്യത്തെ അംഗീകൃത സംഘടനയാണിത്. സംഘടനയുണ്ടാക്കാൻ മുൻകൈയെടുത്തത് മലയാളിയായ പ്രദീപ് മേനോൻ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വന്നിട്ട് ഒരു ഡൈവേഴ്സിഫൈഡ് ടാറ്റു ഇൻഡസ്ട്രി ആയിപ്പോയി. അപ്പോൾ ഈ ഇൻഡസ്ട്രിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ കുറച്ച് നോംസും ഹെൽത്ത് റെഗുലേഷൻസും ഫോളോ ചെയ്യണം. ഇത് ഇൻ്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് മാതിരി ഇവിടെ ഫോളോ ചെയ്താൽ ഈ ഇൻഡസ്ട്രിക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ പറ്റും. ഈ സംഘടനയിലെ അംഗത്വം കിട്ടാൻ ആദ്യം ടാറ്റു സ്റ്റുഡിയോയുടെയും ടാറ്റു കലാകാരന്റെയും വൃത്തി ഉറപ്പാക്കണം. ടാറ്റു പതിക്കാൻ ഉപയോഗിക്കുന്ന സൂചികൾ സംഘടന അംഗീകരിച്ച കമ്പനിയിൽ നിന്നു മാത്രമേ വാങ്ങാവൂ. രക്തജന്യ രോഗങ്ങൾ പകരാതിരിക്കാൻ ഓരോ തവണയും സൂചി മാറ്റണം. ഇത്തരത്തിൽ ബംഗളൂരുവിലെ ഫാഷൻ പ്രേമികളുടെയും ടാറ്റു പ്രേമികളുടെയും ആശങ്ക അസ്ഥാനത്താക്കി മികച്ച സേവനം വാഗ്ദാനം ചെയ്യുകയാണ് പ്രദീപ് മേനോന്റെ ഡാർക്ക് ആർട്ട് ടാറ്റു സ്റ്റുഡിയോ അടക്കമുള്ള സ്റ്റുഡിയോകൾ. കളർ ആദ്യം വെറും ബ്ലാക്ക് ടാറ്റൂസ് ആയിരുന്നു. ഇപ്പോൾ അധികം പേര് കളറായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് അധികം കളർ വേരിയേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 128 കളേഴ്സ് കിട്ടും. പിന്നെ ഫ്ലഷ് ടോൺ കളേഴ്സ് കിട്ടും, റിയലിസ്റ്റിക് കളർ കിറ്റ് കിട്ടും, അതൊക്കെ കിട്ടും. ഇപ്പോൾ കൈ, കാൽ, ചുമൽ, ശരീരത്തിന്റെ പുറംഭാഗം തുടങ്ങിയ ഇടങ്ങളിലാണ് സാധാരണയായി ടാറ്റു പതിക്കുന്നത്. 1500 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ചിലവഴിച്ച് ടാറ്റു പതിക്കാൻ ആളുകൾ എത്താറുണ്ട്. ടാറ്റു കലാകാരന്മാർക്ക് അംഗീകൃത സംഘടന നിലവിലുള്ള സംസ്ഥാനമെന്ന നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗളൂരുവിലെത്തുകയാണ് ടാറ്റു പ്രേമികൾ. വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീർ അജ്മൽ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.